മലപ്പുറം ജില്ലയിൽ പുഴകളിൽ നിന്ന് മണൽ വാരുന്നതിനുള്ള അനുമതി നൽകൽ നീളും. അനുമതിക്ക് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തതും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതുമാണ് കാരണം. ജില്ലയിൽ ആദ്യഘട്ടം 17 കടവുകളിൽ നിന്നാണ് മണലെടുക്കാൻ സാധ്യതയുള്ളത്. കടലുണ്ടി, ചാലിയാർ പുഴകളിലെ കടവുകളാണ് പരിഗണനയിൽ മുന്നിലുള്ളത്. കടലുണ്ടി പുഴയിൽ നിന്ന് 2 കടവുകളും ചാലിയാറിൽ നിന്ന് 15 കടവുകളുമാണ് പ്രാഥമികമായി അധികൃതർ കണ്ടെത്തിയത്. കടലുണ്ടി പുഴയിൽ പെരിന്തൽമണ്ണ താലൂക്കിൽ നിന്ന് 2 കടവുകളും ചാലിയാർ കടന്നുപോകുന്ന ഏറനാട് താലൂക്കിലെ 11 കടവുകളും നിലമ്പൂർ താലൂക്കിലെ 4 കടവുകളും പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഓരോ കടവുകളിൽ നിന്നും 5 ഹെക്ടറിൽ താഴെ വരുന്ന സ്ഥലത്തു നിന്നാണ് മണൽ വാരുന്നതിനുള്ള സാധ്യത പരിശോധിക്കുക. ഇവിടങ്ങളിൽ റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക പരിശോധന പൂർത്തിയായിട്ടുണ്ട്. നദികളിൽ നിന്ന് മണൽ വാരി വരുമാനമുണ്ടാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യഘട്ടമെന്ന നിലയ്ക്ക് ചാലിയാർ, കടലുണ്ടിപ്പുഴ, ഭാരതപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നും മണൽ വാരുമെന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപനം നടത്തിയത്. 200 കോടി രൂപയുടെ അധിക വരുമാനമാണ് ലക്ഷ്യമിടുന്നത്. 2015 ഫെബ്രുവരിയിലാണ് അവസാനമായി ജില്ലയിലെ പുഴകളിൽ നിന്ന് മണൽ വാരിയത്. ന്യൂസ് ഡെസ്ക് NCV. അതിരുകളില്ലാത്ത ഷോപ്പിംഗിന്റെ വിസ്മയാനുഭവം ഇനി എടപ്പാളിലും. പൂർണിമ ടെക്സ്റ്റൈൽസ്, ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ തുണിത്തരങ്ങളും ഇനി ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. പൂർണിമ ടെക്സ്റ്റൈൽസ്, അൽ മദീന കോംപ്ലക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.